എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത് കാനഡയിൽ നിന്ന്. ജഗത് നമസ്കാരം. നമസ്കാരം. ഇന്ത്യക്കാർക്ക് നേരെ, അതായത് കുടിയേറി വരുന്ന ആളുകൾക്ക് നേരെ കാനഡയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിഭീകരമായ രീതിയിൽ ഒരു വിവേചനം അല്ലെങ്കിൽ ഗോ ബാക്ക് ടു യുവർ ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് അത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ആളുകൾ അത് പല രീതിയിലും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വൻതോതിൽ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷം യൂറോപ്യൻ കൺട്രീസിലേക്ക് വൻതോതിലുള്ള കുടിയേറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടുന്നത് എങ്ങനെ അവിടെ മര്യാദയ്ക്ക് തല്ലുകൊള്ളാതെ ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാര്യം വിരുന്ന് വന്നവർ പിന്നീട് വീട്ടുകാരെക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർക്ക് വിരുന്നുകാരെ ഇറക്കി വിടാൻ തോന്നും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും അഡ്രസ് ചെയ്യണം, അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യണം സമൂഹത്തിലെന്നും അഡ്രസ് ചെയ്യണം. ജഗത് പ്ലീസ്, എന്തൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു? അത് അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഇത് എസ്പെഷ്യലി വെസ്റ്റേൺ വേൾഡിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഫാന്റസിയുടെ പുറത്താണ് എല്ലാവരും വരുന്നത്. കാരണം ഇതൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് തുടങ്ങിയ ആൾക്കാരുടെ ആ ഒരു സമൂഹത്തിൽ പെട്ട ആൾക്കാരുടെ ഒരു ഡ്രീമാണ് വെസ്റ്റേൺ വേൾഡിൽ പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ളത്. ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലെ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഉള്ളവരൊന്നും ഒരു കാലത്തും ഇങ്ങനെ വിദേശ രാജ്യത്തേക്ക് കുടിയേറി പോകുന്നതിനെ പറ്റി അവർ ചിന്തിക്കത്തില്ല. കാരണം അവർക്ക് ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ തന്നെ നിൽക്കും. വിദ്യാഭ്യാസപരമായിട്ട് ഉയരണം എന്ന് ആഗ്രഹമുള്ള ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും പോകുന്നുണ്ട്. ഉദാഹരണത്തിന് IIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി പോയി പഠിക്കുന്ന ഒരു മൈക്രോ മൈനോറിറ്റി വിദ്യാർത്ഥികളുണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസ ഏജൻസി വഴി പോകുന്നതായാലും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് വഴി പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന്റെ പുറത്ത് പോകുന്നതാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറി പെട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ ഈ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സ്വതവേ നമ്മളുടെ നാട്ടിലുള്ള പല ഒരു സ്വഭാവ വിശേഷങ്ങളുമായിട്ടാണ് പോകുന്നത്. കാരണം പല കൾച്ചറലായിട്ടുള്ള ന്യൂആൻസസും നമ്മൾ ഇവിടുന്ന് നമ്മുടെ കൂടെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണ് ഈ സൊസൈറ്റിയിലൊക്കെ വന്ന് ചേരുന്നത്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാർക്കും അത് ബാധകമാണ്. ഞാനും ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിവിടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അപ്പം എന്റെ ഒരു പേഴ്സണൽ നോട്ടായിട്ട് ഉള്ള ഒരു ഇതാണ്. കാരണം ഞാൻ എന്റെ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളൊരു പ്രോജക്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഞാൻ ഇവിടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വലിയ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി. അപ്പൊ ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്ന ക്വസ്റ്റ്യനിയേഴ്സിനൊക്കെ നമ്മൾ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു മാനുവൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പം ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത്. കാരണം ഇത് പങ്കുവെക്കുന്നതിന്റെ കാരണം തന്നെ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത കനേഡിയൻ വീഡിയോയുടെ താഴെ കുറെ പേര് സിവിക് സെൻസിനെ പറ്റിയും ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ഒക്കെ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം പറയാതെ അതിനൊരു ഉത്തരം കൂടെ, ഒരു സൊല്യൂഷൻ കൂടെ നമുക്ക് കണ്ടെത്തി പറയാം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പൊ അത് ആർക്കെങ്കിലും ഉപകാരപ്രദമാവുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇതെന്റെ സ്ട്രിക്റ്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ ആണ്. ഇതിനകത്ത് ആർക്കും ഹർട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആമുഖമായിട്ട് സംസാരിക്കുന്നത്. കാരണം ഞാൻ അല്ലാതെ ഒരു വിഷയത്തിലും ഇങ്ങനെ ആമുഖം പറയാറില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട, അതായത് നമ്മൾ ലോവർ മിഡിൽ ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു വലിയ ലൈഫ് സ്റ്റൈൽ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അറൈവലിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക. നമ്മൾ എവിടെയാണോ പോകുന്നത് ആ സ്ഥലത്ത് പോകുന്നത് അത് ബേസ് ചെയ്തിട്ട് കുറച്ച് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക. നമുക്ക് ആ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ വഴി കോൺടാക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ചില ഗ്രൂപ്പുകളുണ്ട്, ആ ഒരു പ്രത്യേക സ്ഥലം ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അല്ലെങ്കിൽ റെഡിറ്റ് പോലത്തുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ സ്ഥലം എങ്ങനെയാണെന്നും അവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം കാനഡ എന്ന് പറയുന്നത് ടൊറന്റോ മാത്രമല്ല, കാനഡയിൽ വലിയ വലിയ സിറ്റികളിൽ പോലെ തന്നെ ചെറിയ ചെറിയ പ്രൊവിൻസുകളും ഉണ്ട്. അവിടെ തന്നെ ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ബട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ടൊറന്റോ പോലുള്ള വലിയ സിറ്റിയിൽ പോകാൻ, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏജൻസോ അങ്ങനത്തെ ആൾക്കാരായി തന്നെ
അവർക്ക് കൂടുതൽ റാപ്പോർട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് അവിടെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. എല്ലാം ചെറിയ ചെറിയ പ്രൊവിൻസിൽ പോയാലും അവിടെ നമുക്ക് സപ്പോർട്ടും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ഒരു മിഥ്യാധാരണ എടുത്ത അപ്പൊ ഇന്ന ആൾ അവിടെ ടൊറന്റോയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ബട്ട് ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം നമുക്ക് പാളിപ്പോകും. കാരണം നമ്മൾക്ക് അറിയാവുന്ന ഒരാൾക്ക് നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടി, അല്ല അയാൾക്ക് ഇത്ര രൂപ വാടക കൊടുത്താൽ മതി, അല്ല അയാൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ പല ഇന്റർവ്യൂവിലും അല്ലെ പല നമ്മുടെ ഈ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം കേസ് ബൈ കേസ്, ഇൻഡിവിജ്വൽ ബൈ ഇൻഡിവിജ്വൽ, മെറിറ്റ് ബൈ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എല്ലാ കേസുകളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ പ്രിപ്പയർ ആവുക, നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുക, നമ്മൾ ലേസി ആയിട്ടിരിക്കരുത്. നല്ല രീതിയിൽ കാനഡയെ പറ്റിയിട്ടുള്ള ന്യൂസുകളായാലും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനഫായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻ നോക്കുക. കാരണം എസ്പെഷ്യലി കാനഡ ഗവൺമെന്റിന് തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഇൻഫർമേഷൻ ഉള്ള ഒരു വെബ്സൈറ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ പക്കലൊന്നുമില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വെബ്സൈറ്റ് ഒന്നുമില്ല, എല്ലാ സർവീസും അല്ലെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന് ഒരു FAQ ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ഒന്നും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, പക്ഷെ പ്രോസസ് ചെയ്യുന്നതിൽ നമ്മൾ വീക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിപ്പയർ ബിഫോർ യു അറൈവൽ. അത് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കാരണം കുട്ടികളെല്ലാം IELTS അങ്ങനത്തുള്ളതൊക്കെ പാസ്സായിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊതുവെ ഇവിടെ വരുന്ന പ്രൊഫഷണൽസ് എല്ലാം തന്നെ IELTS എടുത്തിട്ടൊക്കെയാണ്. ബട്ട് സ്റ്റിൽ അത് നമുക്ക് ആ ഒരു എക്സാം പാസ്സാവാനുള്ള IELTS മാത്രം നമുക്ക് പോരാ, നമുക്ക് കോൺവെർസേഷൻ ലെവൽ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവണം. അതാണ് ഇതിന് ഏറ്റവും, കാരണം എക്സാം ലെവൽ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നമ്മളിപ്പം കേംബ്രിഡ്ജിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓക്സ്ഫോർഡ് പോലത്തുള്ള അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസിനകത്ത് നമ്മൾ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അത് നമ്മൾ കോൺവെർസേഷൻ ലെവലിൽ അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കത് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു ഫ്രണ്ട് ഡെസ്ക് ജോലി അല്ലെ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ജോലിയിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിച്ച ഡിക്ഷണറി ഇംഗ്ലീഷ് ഒന്നും ഇവിടെ നമുക്കത് വിലപ്പോകത്തില്ല. കാരണം അവർ പറയുന്ന കോൺവെർസേഷൻ ഇംഗ്ലീഷ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കനേഡിയൻ ഷോസ്, കനേഡിയൻ ന്യൂസ് അല്ലെ കനേഡിയൻ റേഡിയോ, ഇവിടെ റേഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, CBS റേഡിയോ കേൾക്കുക, അതുമായിട്ട് അവർ കോൺവെർസേഷൻ ചെയ്യുന്ന കേൾക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പബ്ലിക് ഇവന്റിന് പോകുന്ന അതുപോലത്തുള്ള ഇവന്റുകൾക്ക് പോയി നമ്മൾ അവിടെ ചെന്ന ശേഷം അവർ സംസാരിക്കുന്ന ആദ്യം കേൾക്കുക. ഫസ്റ്റ് യു ലിസൺ. അതായത് ഇവിടെ കാനഡയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് 50% ഓഫ് ദ കോൺവെർസേഷൻ ഈസ് ലിസണിങ് ആണ്. നമ്മൾ ആദ്യം അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യക്കാർക്കോ അല്ലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കുഴപ്പം, വി ആർ ഹൈലി ഒപ്പീനിയനേറ്റഡ്. നമുക്ക് ഒത്തിരി ഒപ്പീനിയൻസ് നമ്മുടെ തലയിൽ ഇരിക്കുന്ന കാരണം ആരെന്ത് പറഞ്ഞാലും അവർ പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഒന്ന് ആർഗ്യൂ ചെയ്യണം, അല്ലെ അതിനെ എങ്ങനെ നെഗേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം അത് എനിക്കിവിടെ വന്ന ശേഷം എനിക്ക് അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് എന്റെ ഒരു പ്രൊഫസർ തന്നെ, എന്റെ ഒരു മെന്റർ ആയിട്ടുള്ള പ്രൊഫസർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഫസ്റ്റ് യു ലിസൺ. നിങ്ങൾ ആദ്യം ലിസൺ ചെയ്യുക, ലിസൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട് ഇവിടെ. അങ്ങനത്തെ ഉള്ള ഒരു കാര്യം അത് ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ള ഒരു വളരെ റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു കൺവെർസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴായാലും നമ്മൾ അത് ലിസൺ ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ സോഷ്യൽ നോംസ് ഒക്കെ ഇവിടെ മനസ്സിലാക്കുക. ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ നോംസ്, ഒരാളുമായിട്ട് കൺവെർസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പ്ലീസ്, താങ്ക് യു, അങ്ങനത്തെ ഉള്ള വാക്കുകൾ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ട്രോളിയും തള്ളിക്കൊണ്ട് പോകുമ്പോൾ എതിരെ ഒരു വെള്ളക്കാരൻ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രോളി ഒന്ന് സൈഡിലോട്ട് ആക്കിയ ശേഷം സോറി എന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പം നമ്മൾ ഒരു വെള്ളക്കാരൻ നമ്മളെ ഇങ്ങോട്ട് മുന്നോട്ട് വേണം, നമ്മൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ട്രോളി തള്ളിക്കൊണ്ട് പോകുമ്പോൾ അല്ല അയാളുടെ ഒരു പേഴ്സണൽ സ്പേസിനകത്തോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാവം ഉണ്ടാക്കുന്നത്. എത്ര വലിയൊരു കഠിന ഹൃദയമുള്ള ഒരു വെള്ളക്കാരനാണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെല്ലുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പോയി ഒന്ന് ഒരു ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം, നമ്മൾ ആ ടെൻഷൻ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. സോറി എന്നുള്ള ഒരു മാജിക്കൽ വേർഡാണ്. അതുപോലെ തന്നെ പ്ലീസ് എന്നുള്ള ഒരു മാജിക്കൽ വേർഡാണ്. അത് നമ്മൾ രണ്ടും ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും സർവീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അല്ലെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഉറപ്പായിട്ട് നമ്മൾ താങ്ക് യു പറഞ്ഞ് അതിനുശേഷം മാത്രം നമ്മൾ കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം കനേഡിയൻസിന് വർക്ക് പ്ലേസിലൊക്കെ വെച്ച് കാണുവാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചിറ്റാറ്റ് രാവിലെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം മലയാളികൾക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കാഷ്വൽ കോൺവെർസേഷൻ ഒക്കെ ചെയ്യുന്നതിൽ എത്രത്തോളം ഇത് അവർക്ക് ഒരു കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ജോബ് അല്ലെ ഈവൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹൗ വാസ് ദ വെദർ എന്നൊക്കെ ചോദിച്ച ശേഷം ഇറ്റ് വാസ് എ ബ്രൈറ്റ് സണ്ണി ഡേ, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാഷ്വൽ ചിറ്റാറ്റ്. ഇപ്പൊ വിന്റർ ആണെന്നുണ്ടെങ്കിൽ വിന്ററിനെ പറ്റി എന്തെങ്കിലും ഒരു ജോക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കുക.
വേണമെന്നുണ്ടെങ്കിൽ ജിസ്റ്റ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൺവെർസേഷന് വേണ്ടിയിട്ട് കുറെ കനേഡിയൻ ഫ്രേസസുകളുണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അർബൻ ഡിക്ഷണറി എന്നൊക്കെ പഠിച്ച ശേഷം അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കനേഡിയൻ ഇംഗ്ലീഷിനകത്തുള്ള കുറച്ച് ഇഡിയംസും ഫ്രേസസും അല്ലെ ഒരു കോൺവെർസേഷണൽ ജോക്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റിനോ ഒക്കെ പോകുമ്പോൾ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ നമ്മൾ പറയുന്നത് അവരുടെ ഒരു കൾച്ചറിനെ അപ്രീസിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഇത് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള തീരെ സോഷ്യൽ അല്ലാത്ത ഒരു പേഴ്സൺ. ഒരു ഓൾമോസ്റ്റ് ഇന്റർവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്ക് പുറത്തൊന്നും പോകുന്ന ആൾക്കാർ സോഷ്യലൈസ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന ശേഷം അവിടെയുള്ള എന്റെ മറ്റുള്ള എന്റെ ബാച്ച്മേറ്റ്സുമായിട്ടൊക്കെ ഞാൻ ഇടപെട്ട ശേഷം അതിനകത്ത് ഇന്ത്യക്കാരോ മലയാളികളോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ പഠിച്ച ബാച്ചിൽ. അപ്പൊ അവിടെ വെച്ച് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ പ്രൊഫസേഴ്സിന്റെ കൂടെ അവരുടെ ഇവന്റ്സിനൊക്കെ പോയി. അവരെ നമ്മൾ വിളിക്കും. പിന്നെ നമ്മൾ തന്നെ മറ്റു പല ഇനിഷ്യേറ്റീവ്സും ഇവിടുത്തെ പബ്ലിക് ഇവന്റ്സ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളെ അവർ വിളിച്ച ശേഷം നമ്മൾ കൊണ്ടുപോകുന്നു. അവിടുത്തെ ഫുഡ് ലോക്കൽ ഭക്ഷണം കഴിക്കാൻ അവരെ നമ്മൾ എൻകറേജ് ചെയ്യുന്നു. പല തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ അവർ നമ്മൾ എൻകറേജ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ചോറ് മീൻകറിയും ഇങ്ങനെ കഴിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും മഹത്തായ ഫുഡ്. അതൊന്നുമല്ല. ചോറ് മീൻകറിയും ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് മൂന്ന് നേരം കഴിക്കുന്നതിനകത്ത് ഒരു അർത്ഥമല്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുറത്തു പോവുക. വെള്ളക്കാർ നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ അവരുടെ എന്തെങ്കിലും ഇവന്റ്സിലുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ഫുഡ് തന്നെ അവർക്ക് അത്ര ബോധ്യമൊന്നുമില്ല നമ്മുടെ ഫുഡ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം പല ആൾക്കാരും ഈ ഫുഡൊക്കെ കൊണ്ട് പബ്ലിക്കായിട്ട് അല്ല നമ്മുടെ ഈ പബ്ലിക് സ്പേസുകളുണ്ട് വർക്ക് പ്ലേസിലൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റില്ല, പാൻട്രി ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് വാരി കഴിക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് അതേ ഒരു സോഷ്യൽ എറ്റിക്കേറ്റിന് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല അത്. പക്ഷെ അവര് അതിനെ എതിരൊന്നുമല്ല. ബട്ട് അവര് നോക്കുമ്പോ ഇവരൊരു നമ്മുടെ കനേഡിയൻ നോംസ് അല്ലല്ലോ അവര് പാലിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചോറ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ഫിലിപ്പിനോസ് ഒക്കെ കൊണ്ടുപോകുന്നല്ലോ അവരെ പോലെ നമ്മൾ ചോറൊക്കെ അധികം ഒത്തിരി മസാലയൊന്നും ഇടാതെ ഒരു ഡീസെന്റ് ആയിട്ടൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഈ പൊതുവെ ഫിലിപ്പിനോസിന് ഇപ്പൊ അവർ എക്സ്പാറ്റ്സ് ആണ്, ഏഷ്യൻസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ഉള്ള ഒരു സൊസൈറ്റിയിൽ നല്ല അക്സെപ്റ്റൻസ് ഫിലിപ്പിനോസ് കിട്ടുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം തന്നെ അവർ കുറച്ചുകൂടെ വെസ്റ്റേൺ കൾച്ചർ അവർ ബ്ലെൻഡ് ആണ്. അവർക്ക് അതൊരു അപ്രീസിയേറ്റ് അവർ ചെയ്യുന്നുണ്ട്. ഫിലിപ്പിനോസിനെ അവർ ഇന്ത്യൻസിനെ കാട്ടി കൂടുതൽ ഫിലിപ്പിനോസിനെ അവര് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പല കുട്ടികൾക്കും പല സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പം ഫാസ്റ്റ് ഫുഡ് ചെയിൻ അങ്ങനത്തെ ഉള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അവിടെ ഫിലിപ്പിനോയി ഒരു ഇന്ത്യനും ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവന് ഫിലിപ്പിനോയെ അവിടെ ജോലിക്ക് എടുക്കത്തുള്ളൂ. അത് അവന്റെ തൊലി വെളുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല അവന്റെ ഒരു കൾച്ചറൽ അസിമിലേഷൻ അവന്റെ ഒരു അക്വൾച്ചറേഷൻ പ്രോസസ്സിനകത്ത് അവൻ ഫാർ ബെറ്റർ ആണ് ഇന്ത്യൻസിനെ കാട്ടി. അതുകൊണ്ടാണ് അവൻ അങ്ങനത്തെ ഉള്ള ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് പുറമേ തന്നെ നമുക്ക് ഉദാഹരണത്തിന് നിങ്ങളൊരു പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സപ്പോർട്ട് ഓഫീസ് കാണും. അപ്പൊ അവിടെ ചെന്ന ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കുക. അവർ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ ഇല്ല, ഒരു ബഡി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഓഫീസുമായിട്ട് അക്കാഡമിക് ഓഫീസുമായിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബഡിയെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. അത് ആ ബഡി എന്ന് പറയുന്നത് നമുക്ക് പഠന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ല നമുക്ക് പുറത്തുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് കണ്ടുപിടിക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി സ്ഥലത്തിന്റെ താമസം ഒരു സൗകര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും അവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ പല സർവീസുകളും ഇവിടെ ഉണ്ട്. ബട്ട് അത് നമ്മളുടെ ഒരു അവയർനെസിന്റെ കുഴപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. നമ്മൾ അത്ര പ്രിപ്പയർഡ് ആയിട്ടല്ല പല ആൾക്കാരും ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവയർനെസിന്റെ കുഴപ്പം കൊണ്ട് പല ആൾക്കാർക്കും ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങിയ ശേഷം തന്നെ അവർക്ക് ജോലി കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെയൊക്കെ സോഷ്യൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യൻസ് മാത്രമായിരിക്കും, അല്ലെ തമിഴന്മാർ അവരുടെ ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ടാക്കും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അവിടെ നിന്ന് ഒരു നെറ്റ്വർക്കിംഗ് ഇല്ലാത്തത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നെറ്റ്വർക്കിംഗ് നമ്മൾ ഉണ്ടാക്കുക. കാരണം പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പോലത്തുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച ശേഷം പിന്നെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളിലൊക്കെ ജോലിക്ക് പോകുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കാരണം നാട്ടിൽ നിന്ന് ഇത്രയും പൈസയും ചെലവാക്കി ഇവിടെ വന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ശേഷം ജോലി ഇല്ലെന്ന് പറയുന്നതൊക്കെ വളരെ മോശമാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും എന്തിപ്പോ ഫാസ്റ്റ് ഫുഡ് പോലത്തെ ജോലി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ജീവിച്ചൊക്കെ പോവാം. പക്ഷെ അതിനുവേണ്ടി അല്ലല്ലോ അവര് മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും പൈസയും ചെലവാക്കി വരുന്നത്, അത്രയും കോഴ്സ് ചെയ്ത്. കാരണം അത്ര റിഗർസ് ആയിട്ടുള്ള കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവിടെ അത് ചെയ്യുക അങ്ങനത്തെ ഒരു ജോബ് ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് വിസ എടുത്ത് ഇവിടെ വന്ന ശേഷം എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ. അത്രയും പഠിക്കുകയും വേണ്ട, കഷ്ടപ്പെടുകയും വേണ്ട, ഫീസും അടയ്ക്കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്
നമ്മുടെ സോഷ്യൽ സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ്, നെറ്റ്വർക്കിംഗ് സ്കിൽസ് പുവർ ആയതാണ് ഇത് കാരണം. കാരണം നമുക്ക് ജോബ് സ്കിൽസ് മാത്രം പോരാ, സോഫ്റ്റ് സ്കിൽസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ വരുമ്പം പൊതുവെ ഇന്ത്യൻസ് വീക്കാണ്. പിന്നെ ഇപ്പം പഞ്ചാബികളുടെ അല്ലെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ എസ്പെഷ്യലി പഞ്ചാബി ഇവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അവർ വളരെ പൊളിറ്റിക്കലിയും അവർ ബിസിനസ് പരമായിട്ടും എല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നമ്മൾക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേക പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി വരുന്ന ആൾക്കാർക്ക് ഈവൻ ഹിന്ദി പോലും സംസാരിക്കാൻ അറിയാത്തത് കാരണം അങ്ങനെയുള്ള വടക്കേന്ത്യക്കാരുമായിട്ട് പോലും നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം. വി ആർ ഹാൻഡിക്യാപ്ഡ് എസ്പെഷ്യലി. കാരണം ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം കൺവെർസേഷൻ ലെവലുണ്ട്, ബട്ട് ഫ്ലുവന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലുവന്റ് ഒന്നും അല്ല. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് വഴി എന്തെങ്കിലും ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ വല്ല പഞ്ചാബികളുടെ ബിസിനസ് ആയിരിക്കും പിന്നെ ഇന്ത്യക്കാരുടെ ബിസിനസ് ആയിട്ടുള്ളത്. അപ്പം പഞ്ചാബികളുടെ ബിസിനസ്സിൽ പോകുമ്പോൾ പഞ്ചാബികൾ പഞ്ചാബി ഹിന്ദി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവരങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അവർക്ക് പണമുണ്ട്, അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. അവർ എംപിമാരായിട്ടും എല്ലാം വർക്ക് ചെയ്യുന്ന വലിയ വലിയ പൊസിഷനിലുള്ള പഞ്ചാബികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പവറും പണവും ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ളത് കാരണം അവർ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കും. നമുക്ക് അതിനകത്തൊരു ചാൻസ് കിട്ടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കോൺവെർസേഷൻ ലെവൽ ഹിന്ദി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിന്റെ പേഴ്സണൽ അനുഭവമാണ്. കാരണം ഞാൻ കുറെ നാൾ വടക്കേന്ത്യയിൽ ജോലി ചെയ്ത് കാരണം എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം. അത്യാവശ്യം കോൺവെർസേഷൻ ലെവൽ ഇംഗ്ലീഷും അറിയാവുന്നത് കാരണം ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒരു ആവറേജ് ഒരു ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പല സ്ഥലത്തും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും നമ്മൾ ചെറിയ ഈ പറഞ്ഞില്ലേ ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വന്ന് ആഡഡ് ആയിട്ട് വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോയിട്ട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. അപ്പം അത് ബേസിക് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇന്ത്യക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന മലയാളികൾക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ലെവലിൽ കനേഡിയൻ ലെവലിൽ ഒരു പ്രൊവിഷ്യൻസി കുറവാണ്. ഇംഗ്ലീഷ് ഒക്കെ അറിയാം, വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഔന്നിത്യം നമുക്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ബട്ട് അത് നമ്മൾ കോൺവെർസേഷൻ എന്നുള്ളത് നമ്മൾ കേട്ടും സംസാരിച്ച് മാത്രമേ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റൂ. കാരണം വെള്ളക്കാരുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ അവരെന്താണ് പറയുന്നത് അല്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല വാക്കുകൾ എനിക്കിപ്പോ അത് കൃത്യമായിട്ട് എനിക്കിപ്പോ ഇവിടെ ഒരു ഉദാഹരണ സാധ്യത ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഈ വീഡിയോ കേൾക്കുന്ന പല ആൾക്കാർക്കും അത് മനസ്സിലാവുമായിരിക്കും. അവര് പല ആൾക്കാർക്കും അവർക്ക് ഫേസ് ചെയ്തിട്ടുള്ള വരുന്ന കാലത്തൊക്കെ ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇങ്ങനത്തുള്ള ഈ ഒരു സ്കിൽസുകളുടെ ഒരു കുറവാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടുത്തെ സൊസൈറ്റിയിൽ നമുക്ക് അങ്ങോട്ട് അങ്ങ് അക്കൾച്ചറേഷൻ പ്രോസസ് അല്ലെങ്കിൽ അതിനകത്ത് അസിമുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്റെ ഒരു പേഴ്സണൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇത്രയും എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളൂ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഡീറ്റെയിൽ ആയി എങ്ങനെയാണ് ആ നാട്ടിലെ ആൾക്കാരുമായി അവിടുത്തെ വെസ്റ്റേൺ കൾച്ചറുമായി സംയോജിച്ച് പോകേണ്ടത്, അടി കിട്ടാതെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, ലളിതമായി പറഞ്ഞ കൃത്യമായി അത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് കാനഡ പിന്നെ ഞാൻ ഒരുപാട് കുറച്ച് ഒരു ഒന്ന് രണ്ട് ഒരു വിഷയങ്ങളൂടെ എനിക്ക് പറയണം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു സിനാരിയോ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഇത് പറയാം. കാരണം നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ക്യൂ സമ്പ്രദായം കാണും. കാരണം ഇവിടുത്തെ ക്യൂ സമ്പ്രദായത്തിനകത്ത് വെച്ചാൽ എപ്പോഴും നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഒരു കൈ അകലത്തിൽ മാത്രം ക്യൂ നിൽക്കുക. ഇന്ത്യയിൽ നിൽക്കുന്ന പോലെ ഇടിച്ചുകൂട്ടി നിൽക്കരുത്. എപ്പോഴായാലും ഒരു കൈ അകലത്തിൽ മാത്രമേ ക്യൂ നിൽക്കാവൂ. കാരണം ഇവിടെ പേഴ്സണൽ സ്പേസിന് വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് ഒച്ചത്തിൽ സംസാരിച്ച് ആരെയും വിളിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, അങ്ങനത്തെ ഉള്ള ഒരു ഇത് നോക്കണം. പിന്നെ ഈ പൊതുവെ ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഒരു കുഴപ്പം നാട്ടിലൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിനകത്ത് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആവശ്യമില്ലാതെ പൊട്ടിച്ചൊക്കെ നോക്കും. അത് ശരിയുള്ള കാര്യമല്ല. അതൊരു വൃത്തികേടാണ്. കാരണം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കോസ്കോ പോലുള്ള വലിയ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ നോക്കാൻ വലിയ അറ്റൻഡന്റ് ഒന്നും കാണത്തില്ലോ, ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അലസ്യമായിട്ട് തിരിച്ചു വെക്കുന്നത്. പക്ഷെ ഒരു വെള്ളക്കാരൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഒരു 99% ഒരു വെള്ളക്കാരനും അങ്ങനൊന്നും ഒരു സാധനവും പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ നാശമാക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു സാധനം ബില്ല് ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കഴിവതും നമ്മൾ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകൾ ഉപയോഗിക്കുക. അപ്പോഴാണ് പെട്ടെന്നായിട്ട് ക്യൂ നീങ്ങിപ്പോവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കാർട്ടിനകത്ത് എടുത്ത് വെച്ച ശേഷം നമ്മൾ ചെക്ക്ഔട്ട് കൗണ്ടർ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക്ഔട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പുറത്തു പോകും. പക്ഷെ പല ആൾക്കാരും ഞാൻ കണ്ടുണ്ട് കാർട്ടും കൊണ്ടുപോയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് നിന്ന ശേഷം അവരുടെ കൂടെ ഒരു 3-4 പേരാണ്. ഒരാൾ വീണ്ടും അകത്തോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അവിടെ നിൽക്കും. വെള്ളക്കാരെല്ലാം ഇങ്ങനെ അതിന്റെ പുറകിൽ വന്ന് കാർട്ടും തള്ളിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവർ നിരാശയോട് നിൽക്കുക. അവരൊന്നും പറയത്തില്ല, ബട്ട് സ്റ്റിൽ അതൊരു നല്ല ഒരു സ്വഭാവമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ഒരാള്, അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ
റൂഡായിട്ടൊന്നും നമ്മൾ പെരുമാറാൻ പാടില്ല. അപ്പം അവരെന്തെങ്കിലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നുള്ള ഒരു സ്മൈലോട് കൂടിയോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ മാത്രമേ നമ്മൾ നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ കഴിവതും ഈ ഇവിടുത്തെ കൺട്രി എസ്പെഷ്യലി കാനഡ പോലുള്ള രാജ്യങ്ങളത്തേക്ക് ഇവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരിയും കൺസേൺ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഈ എസ്പെഷ്യലി കാർബൺ ടാക്സ് പോലുള്ള ഇനിഷ്യേറ്റീവ് ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന വെച്ചാൽ ഇവിടുത്തെ പ്ലാസ്റ്റിക് ഉപയോഗമൊക്കെ അവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കഴിവതും റീയൂസബിൾ ബാഗ്സ് ഒക്കെ കൊണ്ടുപോയി പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഇത് നോക്കുക. അതുപോലെ തന്നെ ഈ തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കടകളിൽ പോകുന്നതായിരിക്കും ഇന്ത്യക്കാരെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അപ്പം നമ്മൾ പോയിട്ട് അവിടെ ഒരു അലമ്പുണ്ടാക്കണ്ടല്ലോ. എസ്പെഷ്യലി ഈ വീക്ക് ഡേയ്സിലൊക്കെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. വീക്കെൻഡ്സിലൊന്നും അങ്ങനെ അധികം പോകാതിരിക്കും. ആ സമയത്ത് വെള്ളക്കാർ ഒത്തിരി കൂടുതലായിരിക്കും. ആ സമയത്ത് പോയി വെറുതെ നമ്മളായിട്ട് അവിടെ ചെന്നിട്ട് ഒരു വിസിലിറ്റി കൊടുക്കുന്ന എന്തിനാ, നമ്മളുടെ എന്തിനാണോ വർക്കിന് പോകുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്യുക, അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പോകും. പിന്നെ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെന്ന ശേഷം റിട്ടേണിംഗ് പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് അവര് കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫുമായിട്ടൊക്കെ ചിലർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. നിങ്ങൾ ഇവിടെ റിട്ടേണിംഗ് പോളിസി നിങ്ങൾക്ക് വളരെ ഉദാരമാണ്. നമ്മൾ അവിടെ ചെല്ലുക, നമ്മുടെ കാര്യം പറയുക. അപ്പൊ അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്യുക, മാനേജർ എടുത്ത് പോകുക. അവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെ അവരുടെ കസ്റ്റമർ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് നമ്മൾ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ബാർഗെയിനിങ് ഒന്നും ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കാരണം ഇവിടുത്തെ ഉള്ള പ്രൈസുകളെല്ലാം വളരെ ഫിക്സഡ് ആൻഡ് റിജിഡ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ബാർഗെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഓഫറുകളും സംഭവങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സെക്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ ഫ്ലയർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഓഫറുകളും എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനത്തിനും ഓഫറുകളുണ്ട്. അത് പക്ഷെ ആ സമയവും സ്ഥലവും നമ്മൾ നോക്കി വേണം അവിടെ ചെന്ന് നമ്മൾ ഓഫർ ബേസിൽ പർച്ചേസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ലോയൽറ്റി പോയിന്റ്സ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10% വരെയൊക്കെ നമുക്ക് എല്ലാ സാധനത്തിന്റെ പുറത്തുമൊക്കെ നമുക്ക് പലപ്പോഴും ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷോപ്പിംഗ് പ്രാക്ടീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്മളെ ഒരു ടോട്ടലി ഉള്ള ഒരു സോഷ്യൽ ഇതിനകത്ത് നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വാമത്ത് കാണിക്കുക, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടെ ക്ഷമ നമുക്ക് വേണം. കാരണം എസ്പെഷ്യലി ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ക്ഷമയില്ലാത്ത രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്. അത് കാരണം നമ്മൾ ചിലപ്പം ഈ ഇന്ത്യ പോലത്തുള്ള ഒരു രാജ്യത്ത്, ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് മോഡിൽ നിന്ന ശേഷം ഇവിടെ വരുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ഉള്ള ഒരു രാജ്യത്ത് വരുമ്പോൾ ഇവിടെ ആർക്കും ഒന്നിനും ഒരു ധൃതിയില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, അതെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. കാരണം സിസ്റ്റമിക് ആയിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സാധനത്തിന് പെട്ടെന്ന് ചെന്നിട്ട് അത് നമ്മൾ ക്യൂവിൽ ആദ്യം നിന്നില്ലെങ്കിൽ നമുക്ക് ആ സർവീസ് കിട്ടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇടിച്ചു കയറി ചെന്നില്ലെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടത്തില്ല, ഡിസ്കൗണ്ട് ചെയ്യില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയിൽ. ചിലപ്പോൾ അവിടെ നമുക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഉള്ള ഒരു ഇതിലല്ല പോകുന്നത്, സോഷ്യൽ സ്ട്രക്ചർ അല്ല പോകുന്നത്. അപ്പൊ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. അതിനുശേഷം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാം. നമുക്ക് വരാനുള്ളത് നമുക്ക് വന്നിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അല്ല ഇന്ത്യയിലെ പോലെ നമ്മൾ ആദ്യം ചെന്നില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല, അങ്ങനൊന്നുമില്ല. താമസിച്ചിട്ടാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടുത്തെ സർവീസുകളും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ആണെങ്കിൽ എല്ലാ സർവീസ് ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പൊ നമുക്ക് ബാങ്കിൽ എടുത്ത് ചെന്ന് പിടിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഓൾറെഡി ചിലപ്പോൾ 2-3 ആഴ്ച മുന്നേ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അപ്പോയിന്റ്മെന്റിനോ അതിനൊക്കെ പോകാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ബാക്കിയുള്ള നമ്മുടെ സമയം പോലെ തന്നെ ബാക്കിയുള്ള സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പെരുമാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. കാരണം ഇവിടുത്തെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡവും പെർസ്യൂട്ട് ഓഫ് ദ ഹാപ്പിനെസ്സും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഫിലോസഫി. ബട്ട് ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് ഗുഡ് ഓഫ് ദ സൊസൈറ്റി, അവിടെ ഒരു ഇൻഡിവിജ്വലിന് വലിയ റോളൊന്നുമില്ല. അത് ഫാമിലീസ് അല്ലെങ്കിൽ സൊസൈറ്റി, രാജ്യം, അതിനൊക്കെയാണ് കൂടുതൽ റോള്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം കഴിഞ്ഞിട്ട് ഇവിടെ എന്തുള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളും സ്ഥാപനങ്ങളും ഇവിടെ നിലകൊള്ളുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബേസിക് ആയിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. എന്തായാലും വളരെ ദീർഘമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാനഡക്കാരും അതുപോലെ തന്നെ വിദേശത്തേക്ക് കുടിയേറുന്ന ആളുകളും പാലിക്കേണ്ടുന്ന സാമാന്യ മര്യാദകളുണ്ട്. അത് പാലിച്ചാൽ നമുക്ക് സമാധാനത്തോടു കൂടി പോകാം. അവർക്കും നമുക്കും ഒക്കെ അതാണ് നല്ലതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് നന്ദി ജഗത് മർണാടിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.